ഓം ശ്രീ ശുഭാനന്ദായ നമ. ശ്രീ ശുഭാനന്ദാമൃതം. നിങ്ങൾ 3 വസ്തുക്കളെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. 1. ആത്മാവ്, യഥാർത്ഥ വസ്തു. 2. ശരീരം. 3. അതിൻ്റെ മധ്യത്തിൽ മനസ്സെന്ന വസ്തു. ഇതൊരു പ്രഹേളികയാണ്. ഹൃദയത്തിൻ്റെ വികാരശക്തിയിൽ നിന്നുത്ഭവിക്കുന്ന ഒരു സൂക്ഷ്മാവസ്ഥയാണ് മനസ്സ്. എന്നാൽ ശരീരവുമായി ബന്ധിച്ചാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് അത് ഭൗതികമാണ്. മനസ്സിൻ്റെ ചിന്തകളെല്ലാം ഭൗതികവുമായി ബന്ധപ്പെട്ടായിരിക്കും. ശരീരം ലോകത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് മൂലമാണത്. അതുകൊണ്ട് ലോകകാര്യങ്ങളിലേക്ക് ചിന്ത ശരീരത്തിന് ഉണ്ടാക്കിക്കൊടുക്കാൻ ഈ മനസ്സ് കൂടുതൽ പ്രവർത്തിക്കുന്നു. അറിവുകൊണ്ട് നിയന്ത്രിക്കപ്പെട്ട മറമാറിയ ഒരു മനസ്സിന് മാത്രമേ ആത്മാവിൻ്റെ ഇച്ഛ അറിയുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ പരമാത്മാവിൻ്റെ ഇച്ഛ ആത്മാവിലറിഞ്ഞ് ആത്മാവിൻ്റെ ഇച്ഛ ശരീരം കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ പൂർണ്ണനായിത്തീരും. ജയ് ശുഭാനന്ദം.